നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സിനനുസരിച്ച് എങ്ങനെയാ ബ്രാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനായി ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ടീഷർട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടോപ്സ് വെയർ ചെയ്യുമ്പോൾ ഒരു സീംലെസ് ടീഷർട്ട് ബ്രാ യൂസ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഓഫ് ഷോൾഡർ അല്ലെങ്കിൽ ട്യൂബ് ടോപ്സ് വെയർ ചെയ്യുമ്പോൾ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു ഷേപ്പും തരും, മാത്രമല്ല കംഫർട്ടബിളും ആയിരിക്കും. ഇനി ബാക്ക്ലെസ് ഡ്രസ് ആണെങ്കിലോ, ബാക്ക്ലെസ് ബ്രാ, സ്റ്റിക്ക് ഓൺ ബ്രാ, നിപ്പിൾ പേസ്റ്റീസ് എന്നിവ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട. ഡീപ്പ് നെക്ക് ഔട്ട്ഫിറ്റ്സിന് പ്ലഞ്ച് ബ്രാസ് യൂസ് ചെയ്യുമ്പോൾ ഒരു സീംലെസ് ലുക്ക് കിട്ടും. ഇനിയിപ്പോൾ സാരീസ് വെയർ ചെയ്യുമ്പോഴോ ഒരു പാഡഡ് ബ്രാ അല്ലെങ്കിൽ പാഡഡ് ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും കിട്ടും, അതൊരു ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യും. ബോഡി കോൺ ഡ്രസ്സസ് വെയർ ചെയ്യുമ്പോൾ ഒരു സീംലെസ് ടീഷർട്ട് ബ്രാ അല്ലെങ്കിൽ വയർഡ് ബ്രാസ് യൂസ് ചെയ്യാം. ലൈറ്റ് കളർ അല്ലെങ്കിൽ ഷിയർഡ് ഔട്ട്ഫിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ന്യൂഡ് ടോൺ സീംലെസ് ബ്രാ വെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവിസിബിൾ ലുക്ക് കിട്ടും. ജിം ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ലുക്ക് കിട്ടും. ഇനി ഷർട്ട്സ് യൂസ് ചെയ്യുമ്പോൾ ബ്രാലെറ്റ്സ് വെയർ ചെയ്യാം. ഇനി ഹെവി ബസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒരു മിനിമൈസർ ബ്രാ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഹെവി ഇന്ത്യൻ വെയർ ഔട്ട്ഫിറ്റ്സിനോടൊപ്പം വയർഡ് ബ്രാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇടുന്ന ഔട്ട്ഫിറ്റ്സ് എൻഹാൻസ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇനി ബ്രാസ് ചൂസ് ചെയ്യാൻ കൺഫ്യൂഷൻ വേണ്ട, ഇപ്പൊ തന്നെ പോന്നോളൂ രാമചന്ദ്രനിലേക്ക്.